ഇത് ഞങ്ങളെ നാടാണ് കേട്ടോ. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് കൂടെ പോകുന്ന കനാലാണത്. വേനൽക്കാലമായി കഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ ഇതാണ് കേട്ടോ. നന്നായിട്ട് നല്ല വെള്ളം വരും. ഫുൾ ടൈം ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളമാണ്. അത്യാവശ്യം ആഴമുണ്ടാവും. എന്നാലും പിള്ളേരെ സംബന്ധിച്ച് സുഖമുള്ളതാണ്. കാര്യം എന്ന് വെച്ചാൽ അവർ മുങ്ങിപ്പോയില്ല. കംഫർട്ടായിട്ട് അവർക്ക് നീന്തൽ പഠിക്കാം, നടക്കാം, കളിക്കാം. ശരിക്കും ഒരു സ്വിമ്മിംഗ് പൂൾ പോലെ തന്നെ നല്ല തണുത്ത വെള്ളമായിരിക്കും കേട്ടോ. സ്വിമ്മിംഗ് പൂൾ പോലത്തെ വെള്ളമായിരിക്കില്ല, നല്ല തണുത്ത വെള്ളവും കാറ്റും ഒക്കെ ഉണ്ടാവും. ഇവിടെ വരുന്ന പിള്ളേരെന്ന് പറഞ്ഞാൽ ചെറിയ പിള്ളേർ തൊട്ട് വലിയ പിള്ളേർ വരെയില്ല. മാക്രിയും പോക്രിയും എല്ലാം ഉണ്ടാവും, എല്ലാ പിള്ളേരും ഉണ്ടാവും. പിന്നെ ഞങ്ങൾ വലിയ ആൾക്കാരും പോകാറുണ്ട് കേട്ടോ. നമ്മളധികം രാത്രി സമയങ്ങളിൽ ഒക്കെ പോകാറുണ്ട്. റോഡുമ്പോൾ തന്നെ ആയതുകൊണ്ട് പ്രൈവസിയുടെ ഒരു പ്രശ്നമുണ്ട്. അപ്പം എന്നാലും ചില സമയത്ത് പകൽ നമ്മൾ പോകാറുണ്ട് കേട്ടോ. പിന്നെ പക്ഷെ അങ്ങനെ ആൾക്കാർ വന്ന് നോക്കിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ ഭയങ്കര തുറന്ന സ്ഥലമായതുകൊണ്ട് ബുദ്ധിമുട്ടെന്നല്ലാതെ. പക്ഷെ നല്ല രസമാണ് കേട്ടോ ഇവിടെ. നല്ല തണുപ്പുള്ളതാണ്. മൈൻഡൊന്ന് റീഫ്രഷ് ആവാനും ഒക്കെ നല്ല സുഖമാണ്. എനിക്ക് അധികം ടെൻഷൻ വരുന്ന സമയത്തൊക്കെ ഞാൻ ഈ വെള്ളത്തിൽ പോയിരിക്കാറുണ്ട്. ഏത് സമയം ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ തണുപ്പ് വെള്ളം ഇങ്ങനെ മേൽക്കൂടെ ഒഴുകി പോകുമ്പോൾ നല്ല സുഖമാണ്. നല്ലൊരു റീഫ്രഷ്മെൻറ്റിന് അടിപൊളിയാണ്. പിന്നെ ഇതിപ്പോൾ സ്കൂൾ പൂട്ടുന്ന ടൈമും കൂടെ ആയിരിക്കും. അതിന് ഫെബ്രുവരി ലാസ്റ്റ് ആയിട്ടാണ് ഈ വെള്ളം വരിക. പിന്നെ മാർച്ചിൽ കുട്ടികൾക്ക് എക്സാമാണല്ലോ, എക്സാം ടൈമാണ്. പിന്നെ ഏപ്രിലും മെയ്യിലും വെള്ളം ഉണ്ടാവും. പിന്നെ മഴ സ്റ്റാർട്ടായാൽ മാത്രമേ നമ്മൾ ഈ വെള്ളം നിർത്തുള്ളൂ. പിന്നെ പറയണ്ട, നമ്മളെ നാട്ടുകാർ മാത്രമല്ല, പുറത്തുനിന്ന് ഈ വെള്ളം കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ വരും കേട്ടോ. ഇതിൽ കുളിക്കാൻ വരുന്നവരുണ്ട്, തിരുമ്പാൻ വരുന്നവരുണ്ട്, പല കാര്യങ്ങളായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ഭയങ്കര അത്ഭുതത്തോടെ നോക്കും.